എല്ലാ മഹത്തായ സാമ്രാജ്യങ്ങൾക്കും ഒരു തുടക്കമുണ്ടാവും. ചിലത് ആഡംബരങ്ങളിൽ നിന്ന്, മറ്റു ചിലത് കഷ്ടപ്പാടിൽ നിന്നും, പലതരം റിസ്കിലും അതിരില്ലാത്ത ആഗ്രഹങ്ങളും കൂടെയാണ് തുടങ്ങുന്നത്. ഇത് CJ റോയിയുടെ കഥയാണ്. സാധാരണ തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റ് വ്യവസായികളിൽ പ്രധാനിയായ ഒരു മനുഷ്യന്റെ കഥ. ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ്, പൊതുവെ CJ റോയ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച അദ്ദേഹം ബംഗളൂരുവിലാണ് വളർന്നത്. ചെറുഭൂമിയും വസ്തുവും വാങ്ങി വിൽക്കുന്ന അമ്മയുടെ ജോലി താങ്ങിയായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. യുവാവായിരിക്കുമ്പോൾ തന്നെ അക്കൗണ്ടുകളും രേഖകളും കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ CJ റോയ്ക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടിസ്ഥാനങ്ങൾ പഠിച്ചെടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഒരു മികച്ച സംരംഭകനാകുന്നതിന് മുമ്പ് BPL, TVS ഇലക്ട്രോണിക്സ്, HP എന്നീ പ്രശസ്ത സ്ഥാപനങ്ങളിൽ CJ റോയ് ജോലി ചെയ്തിരുന്നു. പ്ലാനിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ എല്ലാ ബിസിനസ് തന്ത്രങ്ങളും അദ്ദേഹം അവിടെ നിന്നും നേടിയെടുത്തു. എന്നാൽ ഇത്തരം ജോലികളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്വന്തമായി ഒന്ന് സൃഷ്ടിക്കണം എന്ന അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം അപ്പോഴേക്കും അയാളിൽ ഉടലെടുത്തിരുന്നു. അങ്ങനെ ആഗ്രഹങ്ങൾക്ക് തിരിതെളിച്ചുകൊണ്ട് 2005 ബംഗളൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൽ CJ റോയ് തുടക്കം കുറിച്ചു. റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ നഗര മധ്യഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കാലത്ത് അദ്ദേഹം സർജാപൂർ റോഡ് പോലെയുള്ള ആരും തിരിഞ്ഞു നോക്കാത്ത നഗര പരിസരങ്ങളിൽ നിക്ഷേപം നടത്തി. പലരും അദ്ദേഹത്തെ സംശയത്തോടെ നോക്കിയെങ്കിലും ബംഗളൂരു നഗരം വികസിച്ചതോടെ റോയിയുടെ ദൂരദർശനം ശരിയെന്ന് തെളിയിച്ചു. തുടർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്ത്യയിലും വിദേശത്തുമായി 100 കണക്കിന് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ പദ്ധതികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി. CJ റോയ് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ മാത്രമായിരുന്നില്ല, സിനിമയും വിനോദവും അദ്ദേഹം എന്നും കൂടെ കൊണ്ട് നടന്നിരുന്നു. കസനോവ, മരക്കാർ തുടങ്ങി 10ഓളം മലയാള സിനിമകൾ അദ്ദേഹം സംവിധാനിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കീഴിൽ നിരവധി ജനപ്രിയ ടെലിവിഷൻ പരിപാടികളും അദ്ദേഹം സ്പോൺസർ ചെയ്തു. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന വലിയൊരു ബ്രാൻഡ് ഉടലെടുത്തു കഴിഞ്ഞു. റോൾസ് റോയ്സ്, ലംബോർഗിനി, ബുഗാട്ടി പോലെയുള്ള ആഡംബര കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ അതിയായ ഭ്രമം അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കിയിരുന്നു. ഒപ്പം സോഷ്യൽ മീഡിയ വഴി തൻ്റെ വിജയവും യാത്രയും കുടുംബവും ഒക്കെയും അദ്ദേഹം സ്ഥിരമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. അവിടെയും സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അദ്ദേഹം പ്രളയം, ദുരിതാശ്വാസം, വീട് നിർമ്മാണം, ആരോഗ്യം, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഈ ഒരു പുരുഷായുസ് മൊത്തം ചെയ്തു കഴിഞ്ഞു മാറിയിരുന്നു. എന്നാൽ ആ വിജയത്തോടൊപ്പം തന്നെ കടുത്ത പരിശോധനകളും അതുകൊണ്ട് വന്ന സമ്മർദ്ദങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി 2026 തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിലും ഞാനൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. അത് നമ്മൾ ഒരു പരിധി വരെ അദ്ദേഹത്തെ അമിതമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭകനെ നമ്മൾ ആഗ്രഹിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കടന്നു വന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ കൂടി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ വരുന്ന ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അത്രയും കൂളായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടപ്പോൾ വല്ലാത്ത ഒരു ആത്മവിശ്വാസം തരുന്ന ആ ഒരു വ്യക്തിത്വത്തിനോട് മതിയായ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തെ ഭ്രമം നമ്മൾക്കുണ്ടാകും. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്നാലും വളരെ വ്യക്തമായ അല്ലെങ്കിൽ ഇത്രയും ഒരു മനുഷ്യത്വമുള്ള മാനുഷിക പരിഗണനകൾ കൽപ്പിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ വിയോഗം എന്ന് പറയുന്നത് നമ്മുടെ മലയാളക്കരയുടെ, കേരളത്തിൻ്റെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുടെ, സുഹൃത്ത് വലയങ്ങളുടെ ഒരു തീരാ നഷ്ടമായി അല്ലെങ്കിൽ ഒരു ഓർക്കാപ്പുറത്തെ ഒരു നെഞ്ചെടുപ്പായി എന്നും ജനങ്ങൾ ഓർത്തുവെക്കുന്ന, ചരിത്രത്തിൻ്റെ താളുകളിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വളരെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു CJ റോയ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.